CPM PB യോഗം മധുരയിൽ ചേരുന്നു. പുതിയ ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ച ചർച്ചകളും സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള മറുപടിയും തയ്യാറാക്കിയേക്കും. പ്രായപരിധിയിലെ ഇളവും ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. സെയ്ഫ് സൈനുലാബ്ദീൻ ചേരുന്നുണ്ട് മധുരയിൽ നിന്നും തത്സമയം. സെയ്ഫ്, ഇപ്പോഴും PB യോഗം പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ജനറൽ സെക്രട്ടറി ഇന്ന് തന്നെ ആരാകുമെന്ന് അറിയാനുള്ള ഒരു സാധ്യതയുണ്ടോ? മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുക? ഇന്ന് ജനറൽ സെക്രട്ടറി ആര് എന്ന് ഇന്നറിയാൻ കഴിയില്ല. ഒരു ധാരണയുണ്ടാകും എന്നതിനപ്പുറത്തേക്ക് ഔദ്യോഗിക തീരുമാനത്തിലേക്ക് ഇന്ന് പോകാൻ കഴിയില്ല. കാരണം പുതിയ കേന്ദ്ര കമ്മിറ്റിയാണ് പുതിയ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കേണ്ടത്. നിലവിലുള്ള PBക്ക് പുതിയ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കാനുള്ള സംഘടനാപരമായ അധികാരമില്ല. പക്ഷേ ഒരു ധാരണ, ആരെ കൊണ്ടുവരണം എന്നുള്ളൊരു ധാരണ എന്തായാലും ചിലപ്പോൾ ഉണ്ടായേക്കാം. അതിന് ഉറപ്പില്ല. കാരണം നാളെ രാവിലെ വിവിധ കമ്മിറ്റികൾ ചേരാനിരിക്കുന്നു. ഇന്നിപ്പോൾ PB യോഗം പ്രധാനമായും ചേരുന്നത് നാളെ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള മറുപടി തയ്യാറാക്കുക എന്നുള്ളതാണ്. ഏതാണ്ട് 8 മണിക്കൂറോളം നീണ്ട ചർച്ചയാണ് ഇന്ന് സംഘടനാ റിപ്പോർട്ടിന്മേൽ നടന്നത്. അതിന് മറുപടി തയ്യാറാക്കി ബി രാഘലു ആണ് നാളെ അത് സംഘടനാ റിപ്പോർട്ടിന്റെ മറുപടി പറയേണ്ടത്. അദ്ദേഹം അതിന് മറുപടി നൽകും. അതിനൊപ്പം തന്നെ ഇന്നത്തെ ചേരുന്ന PB യോഗത്തിൽ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട വിഷയം അത് കർശനമായി നടപ്പാക്കണമോ അതോ ഇളവ് ചിലർക്കെങ്കിലും നൽകണമോ എന്നുള്ള കാര്യത്തിൽ ഒരു ചർച്ച, പുതിയ ജനറൽ സെക്രട്ടറി ആരെ കൊണ്ടുവരണം എന്നുള്ളൊരു പ്രാഥമിക ചർച്ച നടക്കും. നാളെ രാവിലെ 11 മണിയോട് കൂടിയ സമ്മേളനം ആരംഭിക്കുകയുള്ളൂ. അതിന് മുന്നോടിയായി പഴയ കേന്ദ്ര കമ്മിറ്റി ചേർന്നുകൊണ്ട്, പഴയത് മീൻസ് ഇപ്പോൾ ഉള്ള കേന്ദ്ര കമ്മിറ്റി ചേർന്നുകൊണ്ട് പുതിയ കേന്ദ്ര കമ്മിറ്റിയുടെ പാനൽ തയ്യാറാക്കും. എന്നിട്ട് മറുപടിക്ക് ശേഷം, സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള മറുപടിക്ക് ശേഷം ഈ പാനൽ PB കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ട് സമ്മേളനത്തിൽ അവതരിപ്പിക്കും. സമ്മേളനം അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ കേന്ദ്ര കമ്മിറ്റി, പുതിയ കേന്ദ്ര കമ്മിറ്റി ചേർന്നുകൊണ്ട് പുതിയ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കും, പുതിയ PBയെ തീരുമാനിക്കും. അതാണ് ഒരു സംഘടനാ രീതി. അതുകൊണ്ട് ഇന്ന് ജനറൽ സെക്രട്ടറി ആര് എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരും എന്ന് കരുതുന്നില്ല. തുടക്കം മുതൽ ഈ MA ബേബിയുടെ പേരാണ് കൂടുതലും ഉയർന്നു കേൾക്കുന്നത്. അദ്ദേഹത്തിന് കൂടുതൽ പിന്തുണയേറുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആരുടെയൊക്കെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്? എത്രത്തോളം സാധ്യതയുണ്ട്? MA ബേബിയുടെ പേരാണ് പ്രധാനമായിട്ടും പരിഗണിക്കുന്നത്. അതിനൊപ്പം തന്നെ അശോക് ധാവള മധ്യപ്രദേശിൽ നിന്നുള്ള നേതാവാണ്. കർഷക സമരം നയിച്ചിട്ടുള്ള നേതാവാണ്. ദേശീയ തലത്തിൽ CPM അറിയപ്പെടുന്ന നേതാവാണ്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ തവണ മാത്രമാണ് കണ്ണൂർ പാർട്ടി കോൺഗ്രസിലാണ് അദ്ദേഹം PBയിലേക്ക് എത്തിച്ചേർന്നത്. അതിനേക്കാൾ മുതിർന്ന നേതാവാണ് MA ബേബി. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ നിലവിലുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവാണ്. ആ സീനിയോറിറ്റി ചിലപ്പോൾ പാർട്ടി പരിഗണിച്ചേക്കാം. പിന്നീടുള്ളത് DV രാഘവലു ആണ്. രാഘവലുവുമായി ബന്ധപ്പെട്ട ആന്ധ്രാപ്രദേശിൽ ചില പ്രാദേശിക വിഷയങ്ങളും ചില പരാതികളും എല്ലാം നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പിന്നെ നിലോപൽ ബസു, ബംഗാളിൽ നിന്നുള്ള നിലോപൽ ബസു, തപൻസെൻ അടക്കമുള്ള പേരുകൾ പരിഗണിക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ പരിഗണനയിലുള്ള പേര് MA ബേബി എന്ന പേര് തന്നെയാണ്. അതിനകത്തേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയാണ് നിലവിൽ ഇപ്പോൾ ഈ സമയത്തും ഉള്ളത്. രാത്രി എന്തെങ്കിലും അട്ടിമറി നടക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത പിന്നീട് ഉണ്ടാവും. എന്തായാലും MA ബേബി ആയിരിക്കാനാണ് സാധ്യത. ശരി, സെയ്ഫ് സൈനുലാബ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത് മധുരയിൽ നിന്നും.